ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് നമുക്ക് അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടി കൊണ്ട് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ അമൃതപ്പൊടിയൊക്കെ കിട്ടിയാൽ ഒന്നെങ്കിൽ അവിടെ ഇരിക്കലാണ് പതിവ്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനോ ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണിത്. ഇനി അതിൽ നിന്നൊരു ബൗളിലേക്ക് ഞാനിവിടെ 3 കപ്പ് അമൃതപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് പൊടിയെടുക്കാം. ഞാനിവിടെ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 കപ്പ് ചെറുതായി അരിഞ്ഞ സവാള, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറുതായി അരിഞ്ഞ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ്. അത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിതിലേക്ക് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയോ ചേർക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വടക്ക് വേണ്ട ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എപ്പോഴും ഉഴുന്നുവടയുടെ ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പാണ് കേട്ടോ ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പാക്കാം. ഞാനിവിടെ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പാണ് ആക്കുന്നത്. ഇത് നേരിയൊരു മധുരം ഉണ്ടാകും. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. എന്നാലും അമൃതപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു മധുരം ഉണ്ടാകും. പക്ഷേ ആ മധുരം ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എല്ലാതും ഇതുപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പാക്കിയത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലാക്കാം കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡിൻ്റെയും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിലൊക്കെ വരുമ്പോൾ ഒന്നുണ്ടാക്കി കൊടുത്തു നോക്കാം. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.